ഹലോ, ഞാനിന്നൊരു വറുത്തരച്ച കറിയാണ് വെച്ചേക്കുന്നത് കേട്ടോ. തേങ്ങ വറുത്തരച്ചൊരു കറി. അതിൻ്റെ കഷ്ണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്, മുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിയതിന് ശേഷം ഒരു 3, 4, 5 ചക്കക്കുരു നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിട്ടതിന് ശേഷം ഒരു 3, 4, 5 കഷ്ണം മുരിങ്ങക്കായ അതും കൂടി ഇട്ടൊന്ന് വാടിയതിന് ശേഷം തക്കാളിയാണ് അത് മെയിനായിട്ട് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം തക്കാളി ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് വാടിയതിന് ശേഷം ഇടാം. ഇപ്പോൾ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. തക്കാളിക്ക് അധികം വേവില്ലാത്തതുകൊണ്ട് ലാസ്റ്റാണ് ഇട്ടത് കേട്ടോ. അതും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. തക്കാളി ഞാൻ നീളത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത് കേട്ടോ. അതൊന്ന് വഴന്നതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് പുളിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി പുളി കുറവായെങ്കിലോ എന്ന് ഓർത്തിട്ട്, തക്കാളിക്ക് അധികം വലിയ പുളി ഇല്ലാത്ത തക്കാളി ആയതുകൊണ്ട് കുറച്ച് പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ചേർക്കാം. തക്കാളി ഒന്ന് വഴന്ന് കിട്ടട്ടെ കേട്ടോ. നന്നായിട്ട് വഴന്ന് കിട്ടണം. അതിന് ശേഷം ഈ പിഴിഞ്ഞ് വെച്ചേക്കുന്ന പുളി ഇടിച്ച് ശകലം അതും കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇതിന് വേണ്ടിയിട്ട് നാളികേരം വറുത്ത് എടുക്കാം. അപ്പോൾ അതവിടെ നിന്നൊന്ന് വെന്ത് കിട്ടിക്കോട്ടെ. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് നാളികേരം ഇട്ടിട്ട് ഒരു 2, 3 ചെറിയ ഉള്ളി, ഒരു ചെറിയ ചുള വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ ഇട്ട് നല്ലോണം വെളിച്ചെണ്ണയിൽ നല്ലോണം വറുത്തെടുക്കാം. നല്ല ഗോൾഡൻ നിറമാകുമ്പോൾ പൊടികളൊക്കെ ഇട്ട് വാങ്ങി അരച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒരു സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കി. അത് ഇടയ്ക്ക് ഇളക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഓരോന്നിടുമ്പോഴും ഇളക്കിയെടുക്കണേ കേട്ടോ. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വാങ്ങാം. ഇപ്പോൾ എന്തായാലും നല്ല ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ടത് അരച്ചെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്തതിന് ശേഷം നല്ലോണം വെന്തുടഞ്ഞ് പോയിട്ടില്ല കേട്ടോ. ഈ അരപ്പും കൂടി ചേർത്തിട്ട് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അരച്ച് വെച്ച് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാട്ടോ. അധികം താമസമൊന്നുമില്ല. കാരണം ആ തേങ്ങ വറക്കണതിൻ്റെ ഒരു ഇച്ചിരി താമസം മാത്രമേ ഉള്ളൂ. അതും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അടച്ച് വേവിക്കാം. ഒരു 5-6 മിനിറ്റ് കൊണ്ട് എനിക്ക് ഈ കറി റെഡിയായി കിട്ടിയിട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു വറുത്തരയ്ക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണല്ലോ കറിക്ക്. ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു വെറൈറ്റി കറി കേട്ടോ. തക്കാളി തേങ്ങ വറുത്തരച്ച് എൻ്റെ കൂട്ടത്തിൽ 2, 3 ചക്കക്കുരു മുരിങ്ങക്കായും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പച്ചമുളക് ഇടാൻ മറന്നുപോയി. ഇപ്പോഴാണ് ഒരു 2, 3 പച്ചമുളകും കൂടി ഇടണം കേട്ടോ. അതും കൂടി ഇട്ട് നല്ലോണം തിളച്ചതിന് ശേഷം പിന്നെ ഒന്ന് തുറന്നിട്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ കുറച്ച് ചാറ് കൂടിയാലും കുഴപ്പമില്ല. ചോറിനൊഴിച്ച് കൂട്ടണ്ടല്ലോ. ഞാനൊന്നും കൂടി ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വറുത്തരച്ച കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി തേങ്ങ വറുത്തരച്ച കറി. തക്കാളിയും ചക്കക്കുരും മുരിങ്ങക്കായും കൂടി ഇട്ടൊരു കറി. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.